ധർമ്മം ഏതുമാവട്ടെ, പൊതുവായിട്ടുള്ള ധർമ്മമാണ് സത്യം. സത്യം ചെയ്യണം, സത്യങ്ങൾ പറയണം. എല്ലാ സ്ഥലത്തും സത്യം പറയാൻ പറ്റുമോ? സത്യം മാത്രം ഒരു 24 മണിക്കൂർ വേണ്ട. രാവിലെ 6 മണിക്ക് എഴുന്നേക്കുന്നു, രാത്രി 10 മണിക്ക് കിടക്കുന്നു, ഇടയിലുള്ള 8 മണിക്കൂർ പോകും. 16 മണിക്കൂർ ഒരു ദിവസം നുണ പറയാണ്ടിരിക്കും. ഏത് രീതിയിൽ ഒരു കളിക്ക് വേണ്ടി നുണ പറയാൻ പാടില്ല. ട്രൈ ചെയ്ത് നോക്കാം, പ്രയത്നിച്ചാൽ പറ്റുമോന്ന് കഴിയാം. പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു തോന്നിട്ടുണ്ട്, സത്യം പറയും. കാരണം 16 മണിക്കൂർ ഒരു രീതിയിലും കള്ളം പറയാൻ പാടില്ല. ഒരു പരിഹാസത്തിന് പോലും കള്ളം പറയാൻ പാടില്ല എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം മൗനവ്രതം ആചരിച്ചാൽ പറ്റും, അത്രയേ ഉള്ളൂ. അന്നത്തെ ഒരു ദിവസം നമുക്ക് മൗനവ്രതമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരിക്കലും കള്ളം പറയാൻ മൗനവ്രതം പറഞ്ഞു പോകാം, കള്ളം പറയാനില്ല. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കള്ളം പോകണം. പക്ഷേ ചെറിയ ചെറിയ കള്ളങ്ങൾ ചിലപ്പോൾ ആ നുണകളായിട്ട് കണക്കാക്കാൻ. തിരുക്കുറളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, സത്യം എന്താണ് എന്ന് വെച്ചാൽ മറ്റവരെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അതാണ് സത്യം. മറ്റവരെ ഉപദ്രവിക്കാൻ പാടില്ല. വായ്മൈ എനപ്പെടുന്നത് യാതൊന്നും തീമൈ ഇല്ലാതെ സുലഭം. വായ്മൈ സത്യനാണ് പറഞ്ഞാൽ എന്താണെന്നാ ആർക്കും ഒരു തിന്മ ഉണ്ടാക്കാതെ വാക്ക്, അതാണ് സത്യം. അത്തരത്തിലുള്ള സത്യമെങ്കിലും നമുക്ക് വേണം. സത്യം, ദയ, കരുണ വേണം. തപഹ എന്ന ശബ്ദത്തിന് കായക്ലേശം. കായക്ലേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വയം ശരീരത്തെ ക്ലേശിപ്പിക്കണോ? ചിലപ്പോൾ ക്ലേശിപ്പിക്കണം. ഇന്ന് ഏകാദശിയാണ്, ഗുരുവായൂർ ഏകാദശിയാണ്. ഞാൻ ഇന്ന് വ്രതമെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലകത്ത് പോയിട്ട് അറിയാണ്ട് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാണ്? വ്രതം എടുത്തു കഴിഞ്ഞാൽ ആ വ്രതത്തിന് വേണ്ടി നിൽക്കണം. ഇനി ഏകാദശിയാണ്, ഞാൻ വ്രതം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്രതത്തിന് വേണ്ടി നിൽക്കണം. അത് പിടിച്ചിരിക്കാൻ പറ്റും. അത് കായക്ലേശം ശരിയാണ്. അത്തരത്തിലുള്ള കായക്ലേശമാണ് പറയുന്നത്. തപഹ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് എപ്പോഴും ഭഗവാനെ ചിന്തിക്കുന്നുണ്ട്. ഈ ഋഷികന്മാർ ചെയ്യുന്ന തപസ് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് ക്ലേശം ഉണ്ടാക്കിയെങ്കിലും ഭഗവത് ചിന്തനം ചെയ്യുന്നു. തപഹ, ശൗചം, ശുദ്ധം. ശൗചം എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു ശുചിയായിട്ടുള്ളവനാണ്. യോർത്തേ ശുചി സ ശുചി എന്നൊരു വ്യാഖ്യാനം. അർത്ഥത്തിൽ ശൗചം വേണം. പൈസ വിഷയത്തിൽ ശൗചം എന്ന് പറഞ്ഞാൽ ന്യായമായ ആരെങ്കിലും ഒരു പൈസ കൊടുത്താൽ ആ പൈസയെ സൂക്ഷിച്ച് വെച്ച് വീണ്ടും അവർക്ക് തിരിച്ചു തരണം. ബില്ലിൽ കള്ളക്കണക്ക് എഴുതാൻ പാടില്ല. എല്ലാ രീതിയിലും ന്യായമായ സമ്പാദ്യം. ആ ന്യായമായ സമ്പാദ്യം ഉണ്ടവൻ അവനെയാണ് ശുചി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു വ്യാഖ്യാനത്തിൽ കണ്ടത്. ശുചിഹി തിതിക്ഷേച്ഛ, തത്വമിച്ഛ, ഈ സംസാരത്തെ കിടക്കുന്ന ഇച്ഛ. ശമഹ ദമഃ, രണ്ടു പറയുന്നത്. ശമഹ എന്ന് പറഞ്ഞാലും ദമഹ എന്ന് പറഞ്ഞാലും ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. ശമഹ എന്നത് ബാഹ്യേന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ ദമഹ എന്നത് അന്തരിന്ദ്രിയ നിഗ്രഹം. ബാഹ്യേന്ദ്രിയ നിഗ്രഹം ഒരു പക്ഷേ ബുദ്ധിമുട്ടി നമുക്ക് സാധിക്കാൻ പറ്റും. പക്ഷേ അന്തരിന്ദ്രിയ നിഗ്രഹം ഉണ്ടല്ലോ, എന്നുവെച്ചാൽ മനസ്സ് നിഗ്രഹം. ഈ മനസ്സ് നിഗ്രഹിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാഹ്യേന്ദ്രിയങ്ങൾ നിഗ്രഹണം ചെയ്തിട്ട് മനസ്സുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ അത് മാത്രം വിചാരിച്ചു കൊണ്ടിരുന്നാൽ അവനെ എന്ത് പറയുന്നില്ല.